ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ആ പിണക്കം മാറ്റണം. എന്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്ക് അതാ ഈഗോ മനോഭാവം. അവിടെ ഈഗോ കാണിക്കരുത്. അതിലേക്ക് കിടക്കാണ്. മാഷാ അല്ലാഹ്, ഭർത്താവെങ്ങാണം ഒരു ഭാര്യയോട് തെറ്റിക്കഴിഞ്ഞാൽ, സ്വർഗത്തിലെ ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനോഹരമായ വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ പരിപാടിയായി ബന്ധപ്പെട്ട് 1-2 നമ്മളെ കാര്യങ്ങള് നമ്മുടെ മജ്‌ലിസിലേക്ക് പോകുന്നതിന് ബന്ധപ്പെട്ട് ഇവിടുത്തെ സംഘാടകർ ഇങ്ങനെ 1-2 പേര് മെസ്സേജ് ഇടുന്നുണ്ട്. ഒന്ന് ഞാൻ റിപ്ലൈ കൊടുക്കട്ടെ, 1 മിനിറ്റ്. അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോ ഭർത്താവെങ്ങാണം ഭാര്യയോട് തെറ്റിക്കഴിഞ്ഞാൽ, സ്വർഗത്തിലെ ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയുമോ? ഭാര്യ വരും, എന്നിട്ട് ഭർത്താവിന്റെ കയ്യിലേക്ക് ഭാര്യയുടെ കൈവെക്കും. ഭാര്യ വന്നിട്ട് ഭാര്യ അതാ ഭർത്താവിന്റെ കയ്യിൽ പിടിക്കും. എന്നിട്ട് പറയും, ഇക്കാ നിങ്ങൾ എനിക്ക് പൊരുത്തം തരണം. നിങ്ങൾ എനിക്ക് പൊരുത്തം തരുന്നത് വരെ, നിങ്ങൾ എന്നോട് സ്നേഹം കാണിക്കുന്നത് വരെ ഞാൻ ഉറങ്ങില്ല. എന്റെ പുന്നാരയിക്കല്ലേ, എന്റെ കയ്യിൽ നിന്നൊരു വീഴ്ച വന്നു, അവിടുന്ന് ക്ഷമിച്ചു തരണം. എന്റെ ഇക്കയല്ലാതെ എനിക്കാരാണ് ക്ഷമിച്ചു? ഇല്ല. എന്റെ പുന്നാരയിക്കല്ലേ, എന്റെ കയ്യിൽ നിന്നൊരു വീഴ്ച വന്നു, അവിടുന്ന് ക്ഷമിച്ചു തരണം. എന്റെ ഇക്കയല്ലാതെ എനിക്കാരാണ് ക്ഷമിച്ചു തരാനുള്ളത്? എന്റെ ഇക്കയല്ലാതെ എന്നോട് ആരാണ് പിണക്കം മാറ്റാനുള്ളത്? നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ഇടയിൽ തന്നെ പരിഹരിക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് പൊരുത്തം തരണമിക്കാ, അല്ലാതെ ഞാൻ ഉറങ്ങില്ല എന്ന് പറയുന്ന ഭാര്യയാണോ? ആ ഭാര്യ സ്വർഗത്തിലെ ഭാര്യയാണ്. ഇത് പറയുമ്പോ ചില ഭാര്യ പിന്നെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ചില ആൾക്കാർ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയും. വേണമെങ്കിൽ അയാൾ മിണ്ടട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, ഒരു ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരാണ് സോൾവ് ആക്കേണ്ടത്? അവര് തന്നെയാണ്. നിങ്ങളെ കൂട്ടുകാരികളാണോ? നിങ്ങളെ കൂട്ടുകാരന്മാരാണോ? ഒരിക്കലുമല്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്. ഭർത്താവിന്റെ കുറ്റവും കുറവും കൂട്ടുകാരികളെ വിളിച്ച് ഭാര്യമാര് പറയാം. ഭർത്താവ് അതേപോലെ പറയാം. രണ്ടാളും വെറുതെ ആക്കണ്ട. എന്നിട്ട് അവര് തമ്മിൽ ഡിസ്കസ് ചെയ്യും, എന്താ ചെയ്യണ്ടേ. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ കൊണ്ട് ഇടപെടിപ്പിക്കുക. അമ്മായി വന്ന് ഇടപെടുക, അമ്മോശം വന്ന് ഇടപെടുക, അങ്ങനൊന്നും, അതൊക്കെ ചീപ്പ് പരിപാടിയാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, അവർ തമ്മിൽ അവരുടെ മനോഹരമായ കിടപ്പറയുടെ ഉള്ളിൽ പരിഹരിക്കണം.
രണ്ട് ഇണക്കുരുവികൾ തമ്മിൽ തെറ്റുമ്പോൾ ആ ഇണക്കുരുവികൾ തന്നെ അവരുടെ വിഷമങ്ങൾ പരിഹരിക്കണം, പ്രയാസങ്ങൾ പരിഹരിക്കണം. മനുഷ്യന്മാരല്ലേ? എടാ, നമ്മളൊക്കെ ഭയങ്കര നല്ല ആൾക്കാരാണോ? എല്ലാവരുടെ ഭാഗത്തു നിന്ന് തെറ്റ് വരൂലേ? ആ തെറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മനസ്സിലാക്കി ഇനി അത് ആവർത്തിക്കില്ല, അതല്ലെങ്കിൽ ഇനി എനിക്ക് എന്തിൽ നിന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകും, ഇനി ഞാൻ അങ്ങനെ പറയില്ല, എനിക്ക് പൊരുത്തം തരണമെന്ന് പരസ്പരം പറയാ. എന്തൊരു മനോഹരമാണ്! ഇങ്ങനെയല്ലേ വേണ്ടുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഒരു സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളമാണ് അതാ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുക എന്നുള്ളത്. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങളും ഭർത്താവും ഒന്ന് പിണങ്ങിയാൽ ഭർത്താവ് വരുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് പറയുന്നത്? അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പോയി കഴിച്ചോളി അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈഗോ ആണ്. ഈഗോ എന്ന് പറഞ്ഞ സാധനം എടുത്ത് കളയണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളത് ആരാണെന്നറിയുമോ സഹാബ? എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നോട് അക്രമം ചെയ്തവനോട് നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് നല്ല സ്വഭാവത്തിന്റെ ഉടമയെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. റബ്ബേ, നമ്മളെ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാൻ.